ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കവയുടെ മറ്റൊരു പ്രദേശത്തു കൂടെയാണ്. കവ സംഘകാല ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഇന്നത്തെ പ്രകൃതി വിസ്മയത്തിലേക്ക് എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പാലക്കാട് ജില്ലയിലെ കവ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തും പാലക്കാട് ക്യാപ്പിനോടും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അപൂർവ പ്രകൃതി മേഖലയാണ്. വിശാലമായ പുൽമേടുകൾ, മലനിരകൾ, വനപ്രദേശങ്ങൾ, മൂടൽമഞ്ഞ്, മഴക്കാലത്തെ പച്ചപ്പ് എന്നിവയാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ന് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതിന്റെ ഭൂപ്രകൃതി ആയിരക്കണക്കിന് വർഷങ്ങളായി രൂപപ്പെട്ട പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. സംഘസാഹിത്യത്തിൽ ഭൂമിയെ 5 തിണകളായിട്ടാണല്ലോ തരംതിരിച്ചിരുന്നത്. കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ ഇങ്ങനെയായിരുന്നുവല്ലോ. എന്നാൽ കവയുടെ മലനിരകൾ കുറിഞ്ചി തിണയുടെയും വനങ്ങളും പുൽമേടുകളും മുല്ലൈ തിണയുടെയും സവിശേഷതകൾ പ്രകടമാക്കുന്നത് ഇവിടെ വന്നാൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിനാൽ കവയെ ഒരു കുറിഞ്ചി മുല്ലൈ സംക്രമണ മേഖലയായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. ചരിത്രപരമായി പാലക്കാട് ചുരം കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച പ്രധാന പ്രകൃതിദത്ത കവാടമായിരുന്നു. അതിനാൽ ഈ പ്രദേശം പ്രാചീന കാലത്ത് വേട്ടയാടുന്ന സമൂഹങ്ങളും വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരും കന്നുകാലിമേയ്ക്കുന്നവരും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് ഗവേഷകർ കരുതുന്നു. എന്നാൽ കവയെ നേരിട്ട് പരാമർശിക്കുന്ന ശാസനങ്ങളോ പുരാവസ്തു തെളിവുകളോ നിലവിൽ ലഭ്യമല്ല. കവയുടെ പുൽമേടുകൾ സാധാരണ പുൽനിലങ്ങൾ മാത്രമല്ല, സെപ്റ്റംബർ മാസങ്ങളിൽ പച്ചപ്പിന്റെ ഉച്ചകോടിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒക്ടോബർ ജനുവരിയിലാണെങ്കിലോ ട്രെക്കിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ഇവിടെ നമ്മെ കാത്തിരിക്കും. എന്നാൽ ഫെബ്രുവരിയിലേക്കും മെയ്യിലേക്കും പോയി കഴിഞ്ഞാൽ പുൽമേടുകൾ സ്വർണ്ണ നിറത്തിലാകുകയും ചൂട് കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മെയ് മാസങ്ങളിൽ ഇങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പുൽമേടുകൾ ഒഴിഞ്ഞ ഭൂമി മാത്രമല്ല, എന്നാൽ അവ മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സും കൂടെയാണ്. കാർബൺ സംഭരിക്കുന്നതിൽ പങ്കുവഹിക്കുകയും നിരവധി ജീവജാലങ്ങൾക്ക് ഭക്ഷണവും ആവാസ വ്യവസ്ഥയും നൽകുന്ന പുൽമേടുകളാണ് ഇവിടെയുള്ളത്. വനത്തിന്റെയും കൃഷിയിടത്തിന്റെയും ഇടയിൽ ഒരു സ്വാഭാവിക പരിവർത്തന മേഖലയായി ഈ പുൽമേടുകൾ പ്രവർത്തിക്കുന്നു. ഇവിടെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വനവകുപ്പിന്റെ അനുമതിയുള്ള സ്ഥലങ്ങളിൽ മാത്രം സഞ്ചരിക്കുക, മാലിന്യം ഉപേക്ഷിക്കരുത്, കാട്ടുമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുക, തീ കത്തുകയോ സസ്യങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യരുത്.
അതിനോടൊപ്പം തന്നെ കവയിലെ ഈ വിശാലമായ പുൽമേടുകളും മലനിരകളും ചേർന്ന്